ലോകത്തിന്റെ തന്ത്രപരമായ സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് റഷ്യ ഓരോ ദിനങ്ങളും മുന്നോട്ടു പോകുന്നു. കരുത്തരിൽ കരുത്തനായ റഷ്യയുടെ നേതാവിന്റെ നീക്കം അതിലും കരുത്തുറ്റതാണ്. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അടുത്തിടെ റഷ്യ പരീക്ഷിച്ച ആണവ അന്തർവാഹിനിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പാശ്ചാത്യ ലോകം കടുത്ത വിറയലിലാണ്. പുതിയ ആണവ അന്തർവാഹിനി ലോകത്തിന് തന്നെ ഭീഷണിയാകുമോ എന്നതാണ് ലോകരാജ്യങ്ങളുടെ ആശങ്ക. ലോകമാകെ തകർക്കാൻ പാകത്തിന് ഉഗ്രശേഷിയുള്ള നിരവധി ആയുധങ്ങൾ റഷ്യയ്ക്ക് സ്വന്തമാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ് പോസിഡോൺ എന്ന ആളില്ല ജലാന്തർ വാഹനം. റഷ്യയുടെ ആണവ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമായാണ് പുതിയ ജലാന്തർ വാഹനമായ പോസിഡോൺ വികസിപ്പിച്ചത്. 2015 ആദ്യമായി പുറം ലോകത്തെ അറിയിച്ച പോസിഡോൺ 2018 മുതൽ പലതവണ സുരക്ഷിതമായി പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ മാസവും വിജയകരമായി പരീക്ഷണം നടത്തി. 65 അടി നീളവും മണിക്കൂറിൽ 115 മൈൽ വേഗത്തിൽ പായുന്നതിനുമുള്ള ശേഷിയും പോസിഡോണിനുണ്ട്. പുടിന്റെ നിലവിലുള്ള മിക്ക യുദ്ധക്കപ്പലിനേക്കാളും വേഗത്തിൽ ഇതിന് പായാനാകുമെന്നർത്ഥം. ഒരു തരത്തിലും പുതിയ റഡാറുകളിൽ പോസിഡോണെ കണ്ടെത്താനാകില്ല എന്നാണ് പുടിന്റെ വാദം. ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനം തകർക്കുന്നത് മാത്രമല്ല, പോസിഡോണിന്റെ കഴിവ് ശക്തമായ സുനാമി സൃഷ്ടിക്കാനും അതുവഴി തീരപ്രദേശങ്ങളിലാകെ ആണവ വെള്ളപ്പൊക്കം നടത്തി നശിപ്പിക്കാനും ഇതിന് കഴിയും. 6200 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ശത്രുക്കളെ പ്രതിരോധിക്കാൻ ഇതിനാകും. പോസിഡോണിന് അന്തർവാഹിനികളെക്കാളും ആധുനിക ടോർപിഡോകളെക്കാളും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. കൂടാതെ വലിയ ആഴത്തിലും ഭൂഖണ്ഡാന്തര ദൂരങ്ങളിലും യാത്ര ചെയ്യാനും കഴിയും. ഖബറോവ്സ്ക് ക്ലാസ് അന്തർവാഹിനികളാണ് ഈ ആയുധത്തിന്റെ പ്രധാന പ്രഹരമാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. കടലിൽ പ്രയോഗിക്കുമ്പോൾ തിരമാലകൾ മാത്രമല്ല, റേഡിയോ ആക്റ്റീവ് തിരകളാണ് പോസിഡോൺ സൃഷ്ടിക്കുന്നത്. ഇത് വന്നാൽ തീരദേശ നഗരങ്ങളെ പാടെ തകർക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും പതിച്ച ആണവ ബോംബുകളേക്കാൾ 10 മടങ്ങ് ശക്തിയാണ് പോസിഡോണിന്. 2 മെഗാടൺ ആയുധശേഷിയാണ് ഉള്ളത്. അതിനർത്ഥം സാധാരണ ബോംബിനേക്കാൾ 100 മടങ്ങ് ശക്തം എന്നാണ്. ഏറെക്കാലം ബോംബ് പതിച്ചയിടത്ത് ഉപയോഗശൂന്യമാക്കാൻ പോസിഡോണിന് കഴിയും. ബുറേവെസ്നിക് എന്ന തങ്ങളുടെ ആണവ മിസൈൽ അടക്കം വികസിപ്പിക്കാനുള്ള റഷ്യൻ തീരുമാനത്തിന്റെ ഭാഗമായാണ് പോസിഡോൺ റഷ്യൻ സൈന്യം നിർമ്മിച്ചത്. എന്നാൽ മിക്ക ആയുധങ്ങളും വെറും സൂചനകൾ മാത്രമാണെന്നും ശരിയായവ അല്ലെന്നുമാണ് പലരും പറയുന്നത്. പോസിഡോണിന് പുറമെ മറ്റ് 2 അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളിലും റഷ്യ അടുത്തിടെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ബ്യൂറോവെസ്നിക്കും പോസിഡോൺ വഹിക്കാൻ കഴിയുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഖബറോവ്സ്ക് എന്ന പുതിയ ആണവ അന്തർവാഹിനിയും റഷ്യ വിക്ഷേപിച്ചു. ഇതിലൂടെ ബഹുതലങ്ങളിലൂടെ പ്രതിരോധ ശേഷി ഉറപ്പിക്കുകയാണ് റഷ്യ തങ്ങളുടെ ആക്രമണ അന്തർവാഹിനി വിഭാഗത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അതിവേഗത്തിലാണ് മുന്നേറിയത്. യാസനം ക്ലാസ് അന്തർവാഹിനി അടക്കമുള്ള ശേഷിയാണ് റഷ്യയുടേത്. ഈ പുതിയ അന്തർവാഹിനികൾ വലിപ്പത്തിൽ മുൻപുള്ളവയേക്കാൾ ചെറുതും ശബ്ദം വളരെ കുറവുള്ളതും ആധുനികവുമാണ്. ഇവ കാലിബർ ക്രൂയിസ് മിസൈലുകളും ഓനിക് ആന്റിഷിപ്പ് മിസൈലുകളും വഹിക്കുന്നതായാണ് കരുതപ്പെടുന്നത്. ഹൈപ്പർസോണിക് സിർക്കോൺ മിസൈലുകൾ വിക്ഷേപിക്കാനും ഇവയ്ക്ക് കഴിഞ്ഞേക്കും. 1980കളിൽ അവതരിപ്പിച്ച അകുല ക്ലാസ് അന്തർവാഹിനികളും റഷ്യ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇവ പഴക്കമുള്ളതാണെങ്കിലും കാര്യമായി നവീകരിക്കുകയും റഷ്യയുടെ സജീവമായ ആക്രമണ വിഭാഗത്തിന്റെ ഭാഗമായി തുടരുകയും ചെയ്യുന്നു. റഷ്യ ഒരു വശത്ത് ആണവശേഷി കൂട്ടുമ്പോൾ അമേരിക്കയും തങ്ങളുടെ ശേഷി ഉയർത്തുകയാണ്. ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന 3 അന്തർവാഹിനികൾ US-നുണ്ട്. വിർജീനിയ ക്ലാസ് എന്നതാണ് ഒരെണ്ണം. ഏറ്റവും ആധുനികവും ബഹുമുഖവുമായ ഇവയ്ക്ക് മെച്ചപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങൾ, പ്രത്യേക സൈനിക നീക്കങ്ങൾക്കുള്ള പിന്തുണ, ടോമോഹോക്ക് മിസൈൽ ശേഷി എന്നിവയുമുണ്ട്. US നാവികസേനയുടെ അന്തർവാഹിനികൾ അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ്. നിരീക്ഷണം, അന്തർവാഹിനി വിരുദ്ധ യുദ്ധതന്ത്രങ്ങൾ, ഓക്കസ് പോലുള്ള തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ എന്നിവയിലും ഇവ പതിവായി ഏർപ്പെടുന്നുണ്ട്. മറുവശത്ത് റഷ്യ തങ്ങളുടെ വിന്യാസം ആർട്ടിക്, നോർത്ത് അറ്റ്ലാന്റിക്, പസഫിക് മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സമീപ വർഷങ്ങളിൽ റഷ്യൻ അന്തർവാഹിനികളെ നാറ്റോയുടെ തീരപ്രദേശങ്ങൾക്കടുത്തും US തീരത്തും വരെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഇത് സോവിയറ്റ് കാലഘട്ടങ്ങളിലെ തന്ത്രങ്ങളോട് സാമ്യമുള്ള ഒരു നീക്കമാണെന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ കരുതുന്നത്. ഗ്ലോബൽ ഫയർ പവറിന്റെ 2025 കണക്കുകൾ പ്രകാരം അമേരിക്കയ്ക്ക് സജീവമായ 70 അന്തർവാഹിനികളാണുള്ളത്. അതേസമയം റഷ്യയ്ക്ക് ഇത് 60 മുതൽ 64 വരെയാണ്.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം നേരിയതെങ്കിലും അന്തർവാഹിനികൾ എവിടെ വിന്യസിച്ചിരിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് ആയുധങ്ങളാണ് അവ വഹിക്കുന്നത്, ഉപയോഗിച്ചാലുണ്ടാവുന്ന ആഘാതം തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചാണ് അവയുടെ ശക്തിയും ശേഷിയും അളക്കുന്നത്.